ഓക്കെ, നമസ്കാരം. ഞാൻ മാത്യൂസ്, വെൽനസ് വയനാട്. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ ഒത്തിരി പേര് അത് കാണുകയും അതിൻ്റെ ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം 2026 പിറന്നു. അതിമനോഹരമായ ഒരു 2026 എല്ലാവർക്കും ഞാൻ നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ടോപ്പിക്ക് വെൽനെസ് എന്നുള്ളതാണ്. വെൽനെസ് വയനാട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വെൽനെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭൂരിഭാഗം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാവരോടും വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് പാലിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ വർഷം മുഴുവൻ നിങ്ങൾ ശുദ്ധജലം കുടിച്ച് നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് വെൽനസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് വെൽനസ്. അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം വെൽനസ് എന്ന് പറയുമ്പോൾ ക്ഷേമം, ആരോഗ്യം, സുസ്ഥിരത, രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ശാരീരികവും മാനസികവുമായ സാമൂഹ്യമായ സമ്പൂർണമായ നല്ല അവസ്ഥയും എന്നുള്ളതാണ്. സന്തുലനാവസ്ഥയും ലക്ഷ്യമിടുന്നു എന്ത്? വെൽനസ്. രോഗങ്ങൾ ശരീരത്തിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? അപ്പം അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അതാണ് മരുന്നുകളില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന് രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത് പ്രാചീന കാലം മുതൽ മഹർഷി വര്യന്മാർ മുതൽ നമ്മുടെ പൂർവികരൊക്കെ അതിന് പാലിച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മളതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി നമ്മൾ വളരെ സുഖലോലുപതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നമുക്ക് മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ രോഗങ്ങൾ കൂടി വരുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ മാരകമായ അസുഖങ്ങൾ കൂടുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം ഷുഗർ കംപ്ലൈൻറ്റ്, ഡയബറ്റീസ് എന്ന് പറയുന്ന ഓമന പേരോടുകൂടി ഇന്ന് മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട്? കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ വലിയ വലിയ വ്യവസായ ലോബികൾ കോടാനുകോടി സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷുഗറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ ഇടയ്ക്കൊന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. എങ്ങനെയാണ് വ്യവസായ ലോബികൾ ആ പണം സമ്പാദിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു മാർഗ്ഗം ഞാൻ ചെറിയൊരു സൂചന തരാം. ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ലോകാരോഗ്യ സംഘടന പറയുന്നത് 28% ആളുകൾക്ക് ഷുഗർ എന്ന് പറയുന്ന രോഗമുണ്ടെന്നാണ്. എങ്കിൽ 28% ആളുകൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എത്ര ആളുകൾക്ക് ഷുഗറുണ്ട്? ഒന്നാലോചിച്ച് നോക്കി. 28% എന്ന് പറയുമ്പം ഏകദേശം 10-40 കോടി ആളുകൾ ഈ ഷുഗർ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അതിൽ ഒരു 10% ആളുകൾ ഒരു ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നതാണ്, സ്ഥിരം മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണ്. മരുന്ന് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയിൽ മരുന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണ്? നമുക്ക് മുമ്പത്തെ നമ്മുടെ കാരണവന്മാർ ജീവിച്ചിരിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് അതിനുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല, അതിനുള്ള ആരോഗ്യം നമുക്കില്ല, അതിനുള്ള എക്സസൈസ് നമ്മൾ ചെയ്യുന്നില്ല, അതിന് വേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് അല്പം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞെന്നാൽ ഇതിലേക്കെല്ലാം നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഇതിനൊന്നും വലിയ ചിലവുള്ള കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് സൂചിപ്പിക്കാം. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു 10 കോടി ജനങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്ന് വിചാരിക്കുക. അല്ല, അവർ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? ഒരു ദിവസം ഒരാൾ 10 രൂപയുടെ മരുന്നാണ് കഴിക്കുന്നത് എന്ന് വിചാരിക്കുക. ചുരുങ്ങിയത് 10 രൂപയുടെ മരുന്നാണ് ഒരാൾ കഴിക്കുന്നതെങ്കിൽ 10 കോടി ജനം കഴിക്കുമ്പോൾ എത്രയാണ്? 100 കോടി രൂപയാണ് അതിനു വേണ്ടി ചിലവാക്കപ്പെടുന്നത് അല്ലേ? അപ്പോൾ എത്രയാ? ഒരു മാസം 3000 കോടി രൂപയുടെ വലിയൊരു ബിസിനസ് തന്നെ ഈ മേഖലയിൽ എത്തിപ്പെടുകയാണ്.
ഇപ്പം നമ്മൾ വെൽനസ്സിലേക്ക് തിരിയണമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം. ഞാനിതാരെയും കുറ്റം പറയാനൊന്നുമല്ല കേട്ടോ. ഞാനിതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇംഗ്ലീഷ് ശാസ്ത്രത്തെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകളെയോ ഒരു മരുന്നുകളെയും ഞാൻ കുറ്റം പറയില്ല. എല്ലാം നമുക്ക് നല്ലതാണ്, എല്ലാം നമുക്ക് വേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമുക്ക് നല്ല ഒരു വെൽനെസ്സിലേക്ക് നമുക്ക് വന്നുകൂടെ? ഈ പുതുവർഷത്തിൽ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? അതായത് വളരെ ചെറിയ ഒരു സിമ്പിൾ, ഞാനൊരു 3-4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒന്ന്, രാവിലെ എണീക്കുന്ന പാട് തന്നെ നമുക്ക് ഒരല്പം ഒരു ചെറിയൊരു മെഡിറ്റേഷനൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. ഇതൊന്നും ചിലവില്ലാത്ത കാര്യമാണ്. അതായത് നിങ്ങളുടെ കൈ ഉണ്ട്, ഇങ്ങനെ നിൽക്കുന്ന ഈ കൈ ഇങ്ങനെ ഇടത്തെ കയ്യിൽ വലത്ത് കൈ വെച്ചിട്ട് ഇതിങ്ങനെ മടിയിൽ വെക്കുക. മടിയിൽ വെച്ച് ചുമ്മാ എണീക്കുന്ന പാടെ ഒന്ന് കണ്ണടച്ച് ശ്വാസം ഒന്ന് ബ്രീത്ത് ചെയ്യുക. നന്നായിട്ട് ശ്വാസം വലിക്കുക, ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. വീണ്ടും ശ്വാസം വലിക്കുക, ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് കണ്ണടച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവം ഒരു 10-30 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. ഞാൻ മുമ്പ് നമ്മളോട് വെള്ളം കുടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ ഓക്സിജൻ്റെ അളവ് കൂടും, ഓക്സിജൻ ലെവൽ കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്തുള്ള രക്ത ഓട്ടമൊക്കെ നല്ല ഉഷാറാകും. എന്ത് സംഭവിക്കും? രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നമുക്ക് അതുവഴി മാറിപ്പോകാം. മാത്രമല്ല, നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് ഹോർമോണിൻ്റെ അളവ് കൂട്ടാൻ ഇത് വളരെ നല്ലതാണ്. ദിവസം രാവിലെയും വൈകുന്നേരവും ഒരു 30 പ്രാവശ്യം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. കണ്ണടയ്ക്കുക, വളരെ ശ്രദ്ധ, നല്ല കോൺസെൻട്രേഷൻ, നല്ലോണം ശ്രദ്ധിക്കുക. എന്തിൽ? ഈ ശ്വാസോച്ഛ്വാസത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വലിക്കുക, ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതൊന്ന് ചെയ്തു നോക്കി, നമുക്ക് ഒരുപാട് ഗുണം കിട്ടും. നമുക്ക് നല്ല പ്രഷർ കുറയും. നമ്മുടെ പ്രഷർ കുറഞ്ഞ നമ്മുടെ അതിമനോഹരമായ പേരുണ്ടല്ലോ, BP, എന്തൊക്കെ ഒരു പേരുണ്ട്, BP, അത് നമുക്ക് കുറയും. രണ്ടാമത്, നമ്മുടെ ശരീരത്തിലെ ശ്വസന പ്രക്രിയയുടെ അളവ് നമുക്ക് കൂടും. നല്ല ഊർജ്ജസ്വലതയും നല്ല സന്തോഷം കിട്ടും. നമ്മുടെ മുഖത്ത് തന്നെ നല്ലൊരു പ്രസരിപ്പുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വെൽനസ്സുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി ഇത് ഒരു വെൽനസ്സാണെന്ന് മനസ്സിലാക്കാം. ഞാനീ പറയുന്ന കാര്യങ്ങൾ തികച്ചും ഒരു വെൽനസ്സാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു നല്ലൊരു ബോധം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വലിയ വലിയ മരുന്നുകളൊക്കെ കഴിക്കാതെ കൊച്ചു മരുന്നുകളൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല സന്തോഷത്തോടു കൂടി, നല്ല സമാധാനത്തോടു കൂടി നമുക്ക് ഈ 2026 നമുക്ക് ആഘോഷിക്കാൻ, നമുക്ക് ആസ്വദിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ, നമുക്ക് നല്ലൊരു സാമൂഹിക ആരോഗ്യം നമുക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതിനായിട്ട് 2026 നിങ്ങളെ ഓരോരുത്തരെയും നല്ല ഒരു നമുക്ക് ഓരോരുത്തർക്കും ഇതിനു വേണ്ടിയിട്ടുള്ള ആരോഗ്യം നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.